പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത് NIS +2 ഹ്യൂമാനിറ്റിയിലും സയൻസിലൊക്കെ വരുന്ന പേപ്പറായ ഹോം സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്റർ മീൽ പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന MCQ ക്വസ്റ്റ്യൻസ്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 മുതൽ തുടർച്ചയായിട്ടുള്ള ബാച്ചിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി പുതിയ സിലബസ് അപ്ഡേഷനും പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമാണ് ഫോളോ ചെയ്യേണ്ടത്. 23 വരെ അഡ്മിഷൻ എടുത്ത് എക്സാം എഴുതാൻ പറ്റാത്തവർ എക്സാം എഴുതുകയാണെങ്കിൽ അവർ പഴയ സിലബസ് തന്നെ ഫോളോ ചെയ്യണം. 24 ശേഷം ഉള്ള എല്ലാ വിദ്യാർത്ഥികളും പുതിയ സിലബസ് അനുസരിച്ചായിരിക്കണം ഫോളോ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് 1 വേർഡാണ്, 1 മാർക്കിൻ്റെ. അതിൽ ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവും, മാച്ച് ദ ഫോളോയിങ്സ് ഉണ്ടാവും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻസ് ഉണ്ടാവും, 1 വേർഡ് ആൻസർ ഉണ്ടാവും. ആ 20 ക്വസ്റ്റ്യൻസിൽ തന്നെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഇൻഡെക്സ് ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസും ആൻസറും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് പരമാവധി നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ നോക്കാം. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ട്രൂ ഓർ ഫാൾസ് ആണ്. മീൽ പ്ലാനിങ് അല്ലേ, ഭക്ഷണ ആസൂത്രണം എന്ന് പറയുന്ന അധ്യായത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് നമ്മൾ ശരിയോ തെറ്റോ ആയിട്ടുള്ള എടുത്ത് എഴുതാനാണ് പറയുന്നത്. ശരിയാണെങ്കിൽ ട്രൂ, തെറ്റാണെങ്കിൽ ഫാൾസ് ആണ്. സിക്ക് പീപ്പിൾ നീഡ് ഓൺലി മെഡിസിൻ ഫോർ ഇംപ്രൂവിങ് ഹെൽത്ത്. ഈ അസുഖമുള്ള ആളുകൾ മരുന്ന് മാത്രമാണ് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറാണ്. ആൻസർ തെറ്റാണ്. മരുന്ന് മാത്രമല്ല, ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താമെന്നാണ്. അസുഖങ്ങളൊക്കെ മാറ്റി ആരോഗ്യം മെച്ചപ്പെടുത്താനും മരുന്ന് മാത്രമല്ല ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഡയറ്റ് ഉപയോഗപ്പെടുത്താമെന്നതാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല എന്നതാണ്. അപ്പോൾ അത് ഫാൾസ് ആണ്. ദി ഡയറ്റ് പ്ലേ നോ റോൾ ഇൻ ഹെൽപ്പിംഗ് ദി പേഷ്യന്റ് ഗെറ്റ് വെൽ. ഡയറ്റിലൂടെ പേഷ്യന്റ് നല്ല രീതിയിൽ അസുഖം മാറി നല്ല നോർമലായി വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. ഡയറ്റ് ഫെസിലിറ്റീസ് റിക്കവർ ആണ്. ഡയറ്റിലൂടെ റിക്കവറി ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതും ഫാൾസ് ആണ്. ഇനി അടുത്ത 3ാമത്തെ ലിക്വിഡ് ഡയറ്റ് കൺസിസ്റ്റ് ഓഫ്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഈ ദ്രാവകാവസ്ഥയിലുള്ളതാണ്. അതിലുള്ള ഫുഡാണ് ഫ്രൂട്ട്, ജ്യൂസ്, പോമഗ്രനേറ്റ്, വാട്ടർ ഇതൊക്കെയാണ്. അത് ശരിയാണ്. വെള്ളം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഈ ജ്യൂസ് ഐറ്റങ്ങളൊക്കെ പറയുന്നത്. അതാണ് ഈ ജ്യൂസ്, അതേപോലെ തന്നെ ഈ നാളികേര വെള്ളമൊക്കെ ഇതിൽ വരുന്നതാണ്. അത് ശരിയാണ്, ട്രൂ ആണ്. 4ാമത് നോർമൽ ഡയറ്റ് മീറ്റ് ദി ന്യൂട്രീഷൻ നീഡ് ഓഫ് ഓൾ സിക്ക് ഇൻഡിവിജ്വൽസ് ആണ്. അതായത് നോർമൽ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ന്യൂട്രീഷൻ നീഡ്സ് ഓഫ് ഓൾ സിക്ക് ഇൻഡിവിജ്വൽ. അത് ഫാൾസ് ആണ്. അസുഖത്തിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. സിക്നെസ്സിനനുസരിച്ചിട്ട് നമ്മൾ ഫുഡ് എന്ത് ചെയ്യണം, ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം എന്നതാണ് പറയുന്നത്. അപ്പോൾ അത് ഫാൾസ് ആണ്. അടുത്തത് മോഡിഫൈഡ് ഡയറ്റ് ഷുഡ് ബി സിമിലർ ടു ദി നോർമൽ ഡയറ്റ്. അത് ശരിയാണ്. മോഡിഫൈഡ് ഡയറ്റ് ഷുഡ് ബി സിമിലർ ടു ദി നോർമൽ ഡയറ്റ് ആണ് എന്നുള്ളത് അത് ശരിയാണ്. ഇനി നമ്മൾ A കോളം B കോളം മാച്ച് ചെയ്യണം. ഇത് മാച്ചിങ്ങിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തെറാപ്യൂട്ടിക് ഡയറ്റ് ആണ് നമ്മൾ തന്നിട്ടുള്ളത്. അതിന്റെ കാരണങ്ങളാണ് B കോളത്തിൽ. കറക്റ്റ് ആയിട്ടുള്ള കാരണങ്ങളാണ് B കോളത്തിൽ. തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ തെറാപ്യൂട്ടിക് ഡയറ്റുകളും അതേപോലെ തന്നെ അതിന്റെ കാരണം. അതിൽ 1ാമത് ഡയറോഹിയ എന്ന് പറയുന്നുണ്ട്, ഈ വയറിളക്കം. ഈ വയറിളക്കത്തിന്റെ കാരണം എന്ന് പറയുന്നത് ലോ ഫൈബർ ഡയറ്റ്, കുറഞ്ഞ രീതിയിലുള്ള ഫൈബർ അടങ്ങിയ ഡയറ്റ് ആയതുകൊണ്ടാണ്. 2ാമത് ഫീവർ ആണ്. പനി ഉണ്ടാകുന്നത് ഹൈ പ്രോട്ടീനും എനർജിയും ഉള്ള ഡയറ്റ് ആകുമ്പോഴാണ്, അങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങളാകുമ്പോഴാണ് ഈ ഫീവർ വരുന്നത്. പിന്നെ ഡയബറ്റിസ് വരുന്നത്, ഷുഗറിന്റെ അസുഖമുള്ള ആളുകളുണ്ട്, അവർക്ക് വരുന്നത് ലോ ഷുഗർ ഡയറ്റാണ്. പിന്നെ ഹൈപ്പർ ടെൻഷൻ വരുന്നത് എങ്ങനെ, 4ാമത്തത് അതിന്റെ ആൻസർ ലോ സാൾട്ട് ഡയറ്റ് ആയതുകൊണ്ടാണ്. അത് ജോണ്ടൈസ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്താണ്. മഞ്ഞപ്പിത്തം വരുന്നത് ഇതിൽ ഹൈ കാർബോഹൈഡ്രേറ്റും ലോ ഫാറ്റ് ഡയറ്റാണ്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ വരുന്നുണ്ട്, എന്താണ് മലബന്ധം.
അത് ഉണ്ടാകുന്നത് ഹൈ ഫൈബർ ഡയറ്റിലൂടെയാണ് വരുന്നത്. ഇത്രയാണ് നമ്മൾ വരുന്നത് ഈ ചാപ്റ്ററിലുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾക്കോ അഡ്മിഷൻ സംബന്ധമായ കാര്യം ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലും നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. എക്സാം സെന്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ അതിന്റെ അഡ്മിഷൻ വർക്കുകൾ, രജിസ്ട്രേഷനുകൾ, ക്ലാസ്സുകൾ, ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും. നിങ്ങൾ എവിടെ ജോലി ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ജോലി ഇല്ലാത്ത സമയത്ത് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് തരാം. ആഴ്ചയിൽ 6 ദിവസത്തെ ക്ലാസ് ആണ്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അതേപോലെ പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്, 1 വർഷം കൊണ്ട്, അങ്ങനെ 5 വർഷം കൊണ്ട് വരെയുള്ള SSLC +2 നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.